ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന് കടന്നു പോകുന്നത്. കേരളത്തിൽ പരക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 60,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി നരിവേട്ടയ്ക്ക് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ മണിക്കൂറിൽ 4,500, 5,000 ടിക്കറ്റുകളും വിറ്റഴിക്കപ്പെടുന്നുണ്ട്. മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥെഴുതിയ ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചരൺ, ആര്യ സലിം എന്നിങ്ങനെയാണ് താരങ്ങൾ. ആദ്യ ദിവസം ഈ സിനിമ കേരളത്തിൽ 1,67,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ ഈ സിനിമ 1,71,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 3,38,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപ്രകാരം ഈ സിനിമ വെള്ളിയാഴ്ച 3.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ട്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയും ഒട്ടും മോശമല്ലാത്ത കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് 7 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 10 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പാണ്. രാജ്കുമാർ ഗുപ്ത തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗൺ, റിതേഷ് ദേശ്മുഖ്, വാണി കപൂർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 22 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ 22 ദിവസം കൊണ്ട് 161,79,00,000 രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. അതേസമയം ചിത്രം ആദ്യ 22 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 223,89,00,000 രൂപയുമാണ്. സൂര്യ നായകനായി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാമൻ. ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മി, രാജ് കിരൺ, സ്വാസിക, ബാലശരവണൻ, ബാബ ഭാസ്കർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ ഇന്ത്യ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 17,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 20,60,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി ആദ്യ 8 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് 30 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. നിലവിൽ 20,90,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഖാലിദ് റഹ്മാൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് വിഷു റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ചിത്രത്തിൽ നസ്ലേൻ ലുക്മാൻ, നബതി, സന്ദീപ് പ്രദീപ്, അനഘ, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 40,09,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 50,60,00,000 രൂപയുമാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 70,60,00,000 സ്വന്തമാക്കിയ ഈ സിനിമയുടെ OTT റിലീസിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 5-ന് സോണി ലീവ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കും. മഹേഷ് ഗോപാൽ, ജയ് വിഷ്ണു എന്നിവർ തിരക്കഥ എഴുതി സ്റ്റെഫി സേവ്യർ സംവിധാനം ചെയ്ത മധുര മനോഹരം എന്ന സിനിമ 2023 ജൂൺ 16-നാണ് തിയേറ്ററിലെത്തിയത്. ആവറേജ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, രജിഷ വിജയൻ, ബിന്ദു പണിക്കർ, ആർഷ ചാന്ദിനി, ബൈജു എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ OTT റിലീസിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആമസോൺ പ്രൈം വഴിയാണ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ ഒരു വടക്കൻ തേരോട്ടത്തിന്റെ ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. സാനു അശോക് തിരക്കഥ എഴുതുന്ന ഈ സിനിമ ബിനുരാജ് കല്ലറയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 54 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ് പുറത്തു വന്നിട്ടുള്ളത്. സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻവീർ റാം എന്നിവർ പ്രധാന താരങ്ങളായി ഷംസു സൈബ് സംവിധാനം ചെയ്ത് മാർച്ച് 29-ന് തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് അഭിലാഷം. ഈ ചിത്രത്തിന്റെ OTT റിലീസിംഗ് ആമസോൺ പ്രൈം വഴി ഇക്കഴിഞ്ഞ മെയ് 23 വെള്ളിയാഴ്ച പൂർത്തീകരിച്ചിരുന്നു. ചിത്രം തിയേറ്ററിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയിരുന്നെങ്കിലും OTT റിലീസിൽ മികച്ച ട്രെൻഡിംഗ് ആണ് കാണിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.